മിസ്റ്റർ ജി ബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കാസറ്റ് മെക്കാനിസം ആംപ്ലിഫയർ നമ്മൾ ഫുള്ളി റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നൊരു ക്യാബിനായിരുന്നു. അപ്പോൾ നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നത് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഏത് ആംപ്ലിഫയറിന് ബോർഡൊക്കെ കയറ്റണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് STK മോസ്ഫെറ്റൊക്കെ കയറ്റാൻ പറഞ്ഞു. പക്ഷേ നമുക്കത് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു, അതിൽ ഹെഡ് പ്രീ ഉണ്ടായിരുന്നു, ഫുള്ളി വർക്കിംഗ് കണ്ടീഷനിലുള്ള IC ബോർഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതങ്ങ് സെറ്റ് ചെയ്തു ഈ ഒരു ആംപ്ലിഫയറിൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വർക്കിംഗ്, ഇത് കാസറ്റ് മെക്കാനിസം കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇപ്പം USB പ്ലെയർ ഉണ്ട്, ഈ ബ്ലൂടൂത്ത് ഉണ്ട്, LED VU മീറ്റർ ഉണ്ട്, FM ഉണ്ട്, നമുക്കിവിടെ സെലക്ട് ചെയ്യാനൊരു സ്വിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻബിൾട്ട് സ്പീക്കേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് 2 സ്പീക്കർ വരുന്നുണ്ട്, അതിന് സെലക്ട് ചെയ്യാനായിട്ടൊരു സ്വിച്ചും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ച് ജസ്റ്റ് ചരിഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അതിനകത്തുള്ള എല്ലാം ഒടിഞ്ഞു പോയി, ആ സ്വിച്ചൊക്കെ വെക്കാനുള്ളതെല്ലാം ഒടിഞ്ഞു പോയി, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അതൊരു ചെറിയൊരു ചരിവ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഈക്വലൈസർ 5 ബാൻഡ് ഈക്വലൈസർ ഒന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു. ക്യാബിൻ മാത്രമേ ഉള്ളൂ. കുറേ തപ്പി കുറേ അന്വേഷിച്ചു. ഈ ടൈപ്പ് ടക്കായുടെ ഈ സെയിം സെറ്റ് കുറേ പേരുടെ കയ്യിലുണ്ട്, പക്ഷേ ഇത് മാത്രമായിട്ട് അവർ തരത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സാധാ BT നമ്മൾ സെറ്റ് ചെയ്തു. ഓൾറെഡി ഇതിനകത്തൊരു ഹോളൊക്കെ ഉണ്ടായിരുന്നു, ഇതിനകത്ത് അങ്ങനെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. VU മീറ്റർ ഒന്നും ഇല്ലായിരുന്നു, LED പീക്ക് ലെവൽ ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സെറ്റ് ചെയ്താണ്. നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്നത് പുറത്താണ് കേട്ടോ, കാരണം അകത്ത് കറണ്ട് ഇല്ലാത്തത് നമ്മൾ പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. പുറത്താകുമ്പോൾ കുറച്ച് ക്ലാരിറ്റിയിൽ കാണുകയും ചെയ്യാം, അതുകൊണ്ടാണ് പിന്നെ പുറത്തെടുത്ത് വെച്ചത്. അപ്പം ഇത് ടക്കായുടെ ST-0444 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഫ്രണ്ട് എൻ്റെ കയ്യിൽ തന്നിരുന്നു. മെക്കാനിസം ഒന്നും വർക്കിംഗ് അല്ല, അല്ലാണ്ട് തന്നിരുന്നു. ഇതൊരു അസംബിൾഡ് സെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു LA4440 IC വരുന്നൊരു ബോർഡും ഒരു 5 ബാൻഡ് ഇക്വലൈസറും വരുന്നൊരു ബോർഡ്, ഒരു ആംപ്ലിഫയർ ആയിരുന്നു. ഓക്സ് കൊടുക്കാം, പിന്നെ മെക്കാനിസം ഉണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെങ്കിലും അതിനകത്തൊരു കുഞ്ഞൻ ബോർഡാണ്, ഒരു 4440 ഒരു ചെറിയൊരു ഡ്രൈവറാണ് ഇതിനകത്തിരിക്കുന്നത്, ഇരുന്നിരുന്നത്. പിന്നെ ഒരു 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ. എല്ലാം കൂടി നമുക്ക് ഇത്രയും സ്പേസിൻ്റെ ആവശ്യമുള്ളൂ, ചെറിയൊരു ആംപ്ലിഫയറിൽ ഇരിക്കുന്ന സ്പേസിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ 2 സ്പീക്കർ എക്സ്ട്രാ വെക്കാനുള്ളൊരു ഇതുണ്ട്. സ്പീക്കർ എനിക്ക് തോന്നുന്നു വരുന്നതാരും തോന്നുന്നു, നമ്മളിത് ഒറിജിനൽ ഇതിൻ്റെ കണ്ടിട്ടില്ല, നമുക്ക് കിട്ടിയത് ക്യാബിന് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് ഈ ഒരു സൈഡിൽ തന്നെ തുടങ്ങാം, എല്ലാ പ്രാവശ്യവും കൂട്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ XBS എക്സ്ട്രാ ബാസ് സിസ്റ്റം നമ്മുടെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എക്സ്ട്രാ ബാസ് സിസ്റ്റം എന്ന് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു പവറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. താഴെ ആക്ച്വലി മൈക്കിൻ്റെ ഒരു സോക്കറ്റായിരുന്നു വരുന്നത്, നമ്മളിപ്പോൾ ഇതിനകത്തൊരു പവർ LED ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് മെക്കാനിസം വരുന്നുണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് മെക്കാനിസം. പക്ഷേ പാട്ട് തീർന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവുന്ന ഒരു ഫിലിപ്സ് ടൈപ്പ് മെക്കാനിസമാണ് വരുന്നത്. നമ്മളിതിനകത്ത് നമ്മൾ 2 LED വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അതായത് മെക്കാനിസത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബോക്സ് നമ്മൾ മെക്കാനിസത്തിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു LED കത്തും. ഇതെല്ലാം ഫുള്ളി വർക്കിംഗ് കണ്ടീഷനാണ്. പിന്നെ നമുക്കിവിടെ ഒരു XBSന് സ്വിച്ച് വരുന്നുണ്ട്. XBSന് സ്വിച്ച് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ബാസ് സിസ്റ്റം. അപ്പോൾ നമുക്കൊരു ലോ ഫ്രീക്വൻസി കുറച്ചുകൂടി കയറ്റി വിടുന്ന ഒരു സർക്യൂട്ട് ഇതിനകത്ത് ആക്ച്വലി വരുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു ഒറ്റ പാനലിൽ വരുന്നതായിരുന്നു ഈ ഒരു ബോർഡ്. ഈ എന്താ പറയുക, ഈ ഈക്വലൈസറും VU മീറ്ററും പിന്നെ ഇതിന് വേണ്ടിയുള്ള സർക്യൂട്ടെല്ലാം ഒറ്റ ഒരു ബോർഡിനകത്ത് വരുന്ന ടൈപ്പായിരുന്നു പണ്ട് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു ഹൈ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ നോയ്സ് റിഡക്ഷൻ വരും, ഹൈ ഫ്രീക്വൻസികളെ ഫിൽറ്റർ ചെയ്ത് കളയുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. ഹൈ ഫ്രീക്വൻസി ഫിൽറ്റർ അതിൻ്റെ ഒരു സ്വിച്ച് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈ ഫ്രീക്വൻസി കട്ടായി കിട്ടും. ഇത് നമുക്ക് ബേസ് കൂട്ടുന്ന ഒരു സ്വിച്ച് ആയിരുന്നു. നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സ്വിച്ച് നമുക്ക് ടേപ്പ് അല്ലെങ്കിൽ നമ്മുടെ USB പ്ലെയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിസം വർക്ക് ചെയ്യും. ഓഡിയോ നമുക്ക് മെക്കാനിസം വരുന്നത്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി നമുക്ക് USB പ്ലെയർ കിട്ടും. ഈ ഒരു സ്വിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വെച്ചിരിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഞെക്കുന്ന സമയത്ത് ഒരു ചെറിയ പാട് വരുന്നത്. പിന്നെ ഇത് നമുക്ക് സ്പീക്കർ, ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് സ്പീക്കർ സെലക്ടർ സ്വിച്ചായിട്ടാണ്. നമുക്ക് ഇതിനകത്ത് ഇൻബിൾട്ട് സ്പീക്കേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞൊരു 4 ഇഞ്ച് സ്പീക്കർ വെച്ചിട്ടുണ്ട്. ആ സ്പീക്കറിൻ്റെ സെലക്ടർ ഇപ്പം ഇത് ഇടുമ്പോൾ നമുക്ക് ഇൻബിൾട്ട് സ്പീക്കറും ഓഫാക്കുമ്പോൾ ഔട്ടിൽ നമുക്കൊരു സ്പീക്കറിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് പറ്റും. പിന്നെ നമുക്കൊരു ബാസ് ട്രിബിളും കോമൺ ആയിട്ടുള്ളൊരു ബാസ് ട്രിബിളും കൊടുത്തിട്ടുണ്ട്. ഈക്വലൈസർ നമ്മൾ വെച്ചിട്ടില്ല. പിന്നെ നമുക്കിത് ബാലൻസ് ആണ്, കറൻ്റ് ഇത് ബാലൻസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് റൈറ്റ് ഇടുമ്പോൾ ലെഫ്റ്റ്, അങ്ങനെ ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്, വോളിയം കൺട്രോൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മെയിൻ വോളിയം കൺട്രോൾ വരുന്നുണ്ട്. ഒരു പീക്ക് ലെവൽ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് ആക്ച്വലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റീരിയോ ആയിട്ടുള്ള ലെഫ്റ്റും റൈറ്റിൻ്റെയും പീക്ക് ലെവൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. സ്ക്വയർ ടൈപ്പ് LED തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, സ്ക്വയർ ടൈപ്പ് തന്നെയാണ്. നമുക്ക് സ്ക്വയർ ടൈപ്പ് ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടുള്ള ഒരു 5 LED വരുന്ന ഒരു VU മീറ്റർ ആയിരുന്നു പണ്ട് ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. 2 മേളിലും താഴെയായിട്ട് വരും. പക്ഷെ നമ്മളിപ്പോൾ വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് ഒരു 10 LED വരുന്ന
ഒരു വി മീറ്റർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. ഒരു റെഡ് ലൈറ്റ് USB പ്ലെയർ ഓൺ ആണെന്ന് കാണിക്കാനായിട്ട്, പിന്നെ ഒരു ഗ്രീനും ഒരു യെല്ലോ LED കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കത്തുമ്പോൾ നമുക്ക് USB പ്ലെയറിൻ്റെ ഓക്സ് ആണ് വരുന്നതെന്നും, പിന്നെ ഓറഞ്ച് വരുന്നത് അത് എല്ലാം ഓറഞ്ചാണ്. ഓറഞ്ച് നമ്മുടെ ഇത് മെക്കാനിസമാണ് വർക്ക് ചെയ്യുന്നത്, ഓക്സ് കൊടുത്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് 2 LED ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു സ്പേസ് അധികം കടന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമുക്ക് സാധാ ഒരു USB പ്ലെയർ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ള സെപ്പറേറ്റ് പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വെയിലൊക്കെ കൊണ്ട് കളറൊക്കെ മങ്ങി, നിങ്ങൾ ആദ്യത്തെ ആ ഒരു വീഡിയോ കാണുന്നതിന് മനസ്സിലാവും, നല്ലപോലെ മങ്ങിയിരിക്കുകയായിരുന്നു. നമ്മൾ ഒരു വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ മണ്ണെണ്ണ അല്ലെങ്കിൽ നമ്മുടെ ടിന്നർ കൂടി മിക്സ് ചെയ്ത് തേച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു പഴയ ഗ്ലേസിങ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്കൊക്കെ വരുന്നില്ല, ഇവിടെ എല്ലാം നമുക്ക് പോയി കിടന്നായിരുന്നു. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന ക്യാബിൻ ഫ്രണ്ടൊക്കെ ഒടിഞ്ഞു പോയതായിരുന്നു. ഫ്രണ്ട് പാനൽ ഒടിഞ്ഞു പോയി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഫുള്ള് നമ്മൾ കഴുകി സെറ്റാക്കി എടുത്താണ്. ടക്കായുടെ ബ്രാൻഡിങ് ഒരു സ്റ്റിക്കർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മോഡൽ നമ്പരും ഡേറ്റും മാനുഫാക്ചർ ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ഡേറ്റ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഫുള്ളി പ്ലാസ്റ്റിക് ബോഡിയാണ്, ഫുള്ളി പ്ലാസ്റ്റിക് ആയിട്ടുള്ള അടിയിലത്തെ പാനൽ മാത്രം, അടിയിലത്തെ ബേസ് മാത്രമാണ് മെറ്റൽ വരുന്നത്. പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ നമുക്കൊരു സ്പീക്കർ സോക്കറ്റ് വരുന്നുണ്ട്. 4 ohms എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ആംപ്ലിഫയർ IC ബോർഡാണ്, അത് 8 ohms ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്കൊരു CD ഓക്സ് ഇൻപുട്ടിൻ്റെ ഒരു സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹോളൊക്കെ അവർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരിട്ടാണ്. ഒരു ഹോളെങ്ങാണ്ട് വരുന്നുണ്ട് ഇവിടെ, നമുക്ക് ഫ്യൂസിൻ്റെ ഒരു ഹോൾ മാത്രമേ ഉള്ളായിരുന്നു. ഈ ഹോളൊക്കെ അവർ എക്സ്ട്രാ ഇട്ടതാണ് മൈക്കിൻ്റെ സോക്കറ്റ് കൊടുക്കാനായിട്ട്. നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫ്യൂസ് ഇട്ടിട്ടില്ല. അധികം പവറൊന്നും എടുക്കുന്നതല്ലാത്തതുകൊണ്ട് ഫ്യൂസൊന്നും ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഓക്സ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ യൂസിന് വേണ്ടിയിട്ട് ഓക്സ് കൊടുത്തിരിക്കുന്നത് ഔട്ടായിട്ടാണ്. അതായത് ഇതിന് മെക്കാനിസം ഉണ്ട്, USB പ്ലെയറും ഉണ്ട്. അപ്പോൾ എനിക്ക് 2-3 ആംപ്ലിഫയർ ഉള്ളതുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓക്സ് ഔട്ട്പുട്ടാണ്. ഇതിനകത്ത് മെക്കാനിസത്തിൻ്റെയും USB പ്ലെയറിൻ്റെ സെലക്ടർ സ്വിച്ചിൽ നിന്നുള്ള ഔട്ട്. അതായത് ഈ ആംപ്ലിഫയറിലേക്ക് എന്താണോ ഓഡിയോ വരുന്നത് അത് നമുക്ക് ഈ ഒരു ഔട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റ് ആംപ്ലിഫയർ നമുക്ക് സീരിയലായിട്ട് കൊടുക്കാൻ പറ്റും. ഇത്രയൊക്കെയുള്ള ബാക്ക് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഒരു വലിയ പവർ ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നതെങ്കിൽ ഫാനൊക്കെ ആഡ് ചെയ്യാനുള്ള വെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അഴിച്ച് കാണിക്കാം. ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, പിന്നെ അടിയിലും സ്ക്രൂ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ അടിയിലൊക്കെ പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് അഴിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെറിയൊരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. വലിയ പവറോ കാര്യങ്ങളൊന്നുമുള്ള ഒരു ബോർഡല്ല. നമുക്ക് CD6283 എന്ന് പറയുന്ന IC വെച്ചിട്ടുള്ള ഒരു സ്റ്റീരിയോ ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം അതിനകത്ത് ഹെഡ് പ്രീ വരുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ ഹെഡ് പ്രീ ആണ്, നല്ലൊരു ഹെഡ് പ്രീ ആണ്. പിന്നെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇത് IC ബോർഡാണെങ്കിൽ നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. ഒരു 8 inch വൂഫറൊക്കെ അടിപൊളിയായിട്ട് ഔട്ട്പുട്ട് വരുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. അതുകൊണ്ട് കളഞ്ഞത് പഴയ ബോർഡാണ്, സൂര്യ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പഴയൊരു ബോർഡാണ്. പണ്ട് വാങ്ങിച്ച് വെച്ചതുകൊണ്ട് കളഞ്ഞില്ല. നമുക്ക് അതിനകത്തൊരു 12 volt 3 ampere ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ 4 inch സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ പറഞ്ഞ സെലക്ടർ സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഈ സൈഡിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പവർ സപ്ലൈ സ്വിച്ച്, ഒരു LED ഇൻഡിക്കേറ്റർ, 2 പവർ സപ്ലൈ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന് പ്രത്യേകം ഒരു പവർ സപ്ലൈ ഇട്ടിട്ടുണ്ട്. ഇതൊരു 12 volt അഡാപ്റ്ററാണ്. അഡാപ്റ്റർ നമുക്കൊരു 5 volt റെഗുലേറ്റർ IC ഇട്ടിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ആ ഒരു പവർ സപ്ലൈയിൽ നമ്മൾ വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, LED പോലും കണക്ട് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. 12 volt 3 ampere 2 ampere ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ ട്രാൻസ്ഫോമറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മോട്ടർ എല്ലാം അതിനകത്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മെക്കാനിക്സ് ഒക്കെ റീസ്റ്റോർ ചെയ്ത് നമുക്ക് ബെൽറ്റ് കിട്ടാനില്ലാത്തതുകൊണ്ട് റബ്ബർ ബാൻഡാണ് ഇട്ടേക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എങ്കിൽ പോലും, പക്ഷേ നമുക്ക് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് വലിയലോ കാര്യങ്ങളൊന്നുമില്ല, പാട്ട് ഇഴച്ചിലോ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. പിന്നെ നമുക്ക് വരുന്നൊരു ഡ്രൈവർ യൂണിറ്റ്, നമ്മുടെ VU മീറ്ററിൻ്റെ ഈ വെച്ചിരിക്കുന്ന VU മീറ്ററിൻ്റെ ഒരു ഡ്രൈവർ യൂണിറ്റാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ്, പിന്നെ USB മൊഡ്യൂൾ. ഇതെല്ലാം നമ്മൾ നല്ല അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ വയറിങ് ചെയ്തിട്ടുണ്ട്. അലിക്കുലിത്തായിട്ട് കിടക്കുന്നെങ്കിലും കുറച്ച് കൺഫ്യൂഷനുണ്ട്. കാരണം ഈ ഒരു സ്വിച്ചിനകത്ത് കുറേ കണക്ഷൻസ് വരുന്നുണ്ട്. സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് LED കത്തണം. ആ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മെക്കാനിക്സിനകത്തുള്ള LED കത്തണം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് നമുക്കൊരു 20 watts അല്ലെങ്കിൽ ഒരു 15 watts പെർ ചാനൽ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ പോയാലും നമുക്ക് കിട്ടും. നല്ലൊരു ഓഡിയോ ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഓക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും, ഈ മെക്കാനിക്സിൻ്റെയും അതുപോലെ USB പ്ലെയറിൻ്റെ എല്ലാം ഔട്ട് ഇതിനകത്തൂടെ നമുക്ക് കിട്ടും. ഈ ആംപ്ലിഫയറിലേക്ക് വരുന്ന ഓഡിയോ അത് തന്നെ നമുക്ക് കിട്ടും. പിന്നെ സ്പീക്കർ സോക്കറ്റ്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത്, വലിയ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്. ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ നോക്കി കാണിക്കാം.
നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ LED-യുടെ ആ ഒരു പാനൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു ഞാൻ ഓൾറെഡി പറഞ്ഞു ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആംപ്ലിഫയർ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നോയ്സ് വരുന്നുണ്ടായിരുന്നു. അതായത് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത് നമ്മുടെ വോളിയം കൺട്രോളിൻ്റെ സെൻട്രലിലേക്ക് അതിലേക്ക് നമ്മൾ കൈ അടുപ്പിച്ച് കൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നോയ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഹൈ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനായിട്ട് നമ്മളതിൻ്റെ ആ ഭാഗത്ത് നമ്മളൊരു 22K ഇട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കുറേ ഗ്രൗണ്ടൊക്കെ ചെയ്തിട്ട് നമ്മളതിൻ്റെ നോയ്സ് കളഞ്ഞത്. ഒരുപാട് നോയ്സ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മൾ ഈ മോട്ടർ കറങ്ങുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് നോയ്സ് ഉണ്ടായിരുന്നു. ആ നോയ്സൊക്കെ നമ്മൾ മാക്സിമം എർത്ത് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ എർത്ത് ചെയ്ത് നോയ്സ് എല്ലാം കളഞ്ഞു. ഇത് പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൽ നിന്ന് ചെറിയൊരു നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന് നമ്മൾ പ്രത്യേകം ഗ്രൗണ്ടിങ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് പാനലാണെന്ന് പറഞ്ഞതിനകത്ത് കണ്ടക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് നോയ്സ് വരും. അതെനിക്ക് മനസ്സിലായി, കാരണം ഞാൻ പാനലിൽ കൊടുത്തപ്പം, പാനലിൽ നമ്മളൊരു ഗ്രൗണ്ട് കൊടുത്തപ്പം നോയ്സ് പോയി. ഇത് പണ്ട് ഇത് ചെയ്ത സമയത്ത് അവരൊരു അലുമിനിയം ഫോയിൽ അവിടെ ഇട്ടേക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ക്യാബിനിലേക്ക് ടച്ച് ചെയ്തായിരുന്നു, പക്ഷേ ഞാനത് മുറിച്ച് കളഞ്ഞു. ഇത് നമ്മുടെ ക്യാബിൻ വരെ ഒട്ടിയിട്ടുണ്ടായിരുന്നു, ആ സ്റ്റീൽ ആ ഒരു മെറ്റൽ ബോഡി വരെ. പക്ഷെ ഞാനിത് ഇളകി കളഞ്ഞു. അത് ആക്ച്വലി അത് എർത്തിങ് ആയിരുന്നു. പണ്ട് അവരങ്ങനെയായിരുന്നു ചെയ്തത്. ഞാനിപ്പം ബോഡിയിൽ സോൾഡർ ചെയ്ത് ഉരുക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻറ്റീരിയർ ഭാഗം വരുന്നത്. അത്രയൊക്കെ ഉള്ളൂ. വളരെ നൈസായിട്ട് ഉള്ളൊരു ക്വാളിറ്റി, മാരക പവറൊന്നുമില്ല, നൈസ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി എന്തായാലും നമുക്കിതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി മെക്കാനിസത്തിൽ നിന്നുള്ളതും അതുപോലെ തന്നെ USB പ്ലെയറിൽ നിന്നുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് റീസ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഒരുപാട് ഇനി ഇടുന്നുണ്ട്, ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ളൊക്കെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് നമ്മളിതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ ആ ഒരു ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ അകത്ത് പോയി സ്പീക്കർ കാണാം. നല്ലൊരു ബോക്സിൽ നമുക്കൊരു 6 ഇഞ്ച് വൂഫർ ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു 3 വേസ് ബോക്സ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോക്സ് കൊടുക്കുന്നതിന് നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് പോകാം.